ഷടാ, ഇവർക്കൊന്നും മുറിക്കാത്ത കഥകടച്ചാൽ എന്താ കുഴപ്പം? ഈ മുറ്റത്ത് വെച്ച് തന്നെ വേണം ഇതൊക്കെ. കൊള്ളാം, നല്ല പരിപാടി. ഇപ്പം എങ്ങനെ ഇവരെ വിളിച്ച് ശല്യപ്പെടുത്തും? അല്ലെങ്കിൽ വേണ്ട, സ്വർഗത്തിലെ കട്ടുറുപ്പാവണ്ട, പിന്നെ വരെ പൊക്കളെ. പോയോ? അയ്യോ ഇല്ല, പോയിട്ടില്ല പ്രസിഡന്റ്. അവരെന്തേ ഹരി? അവിടെ ഉണ്ട്. നീ വിളിച്ചില്ലേ? ഇല്ല. അതെന്താ വിളിക്കാത്തത്? വിളിക്കണോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നേ. ഇവര് വിളിക്കണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. ഏട്ടന്റെയും ഏട്ടത്തിയുടെയും വിവരങ്ങൾ ഞാൻ തന്നെ പറഞ്ഞുതരും, അതുപോലെ. പോരാ, അവര് തന്നെ വരണം, പറഞ്ഞതല്ലേ. അതിപ്പോ എങ്ങനെയാ? എന്താ ഹരി നീ കിടന്ന് കളിക്കുന്നേ? ഇവരുടെ വിലപ്പെട്ട സമയം പോകുന്നത് കണ്ടില്ലേ? മാറ്, ഞാൻ വിളിക്കാം. ഏട്ടാ, നോ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട, പോയ പ്രശ്നമാവും. മാറണ്ട അങ്ങോട്ട്. ഓ നോ. അയ്യേ, എന്റെ ദൈവമേ, സംഗതി എ സർട്ടിഫിക്കറ്റ് ആണല്ലോ. അതാണ് അപ്പൊ ഹരി തടയാൻ നോക്കിയത്. രണ്ടാളെ ആരും എന്തായാലും കാണുന്നില്ല. ഭാഗ്യം. എന്തായാലും ഇതിനൊക്കെ ഒരു ഒളിവ് മറവൊക്കെ വേണ്ടേ? അല്ലാതെ കണ്ട തോന്നില്ലല്ലോ ഇവരിത്ര റൊമാൻറ്റിക് ആണെന്ന്. നിങ്ങളുടെ സമയം. പോയോ? പക്ഷേ നല്ല നീറ്റിലുണ്ട്. തണുത്ത വെള്ളത്തിൽ മുഖം കഴിയാൻ മതി, മാറും. വേണ്ടായിരുന്നു. എന്തായി, കാണാൻ പറ്റിയോ? എന്താണ് മുരളി, നീയും വിളിച്ചില്ലേ അവരെ? ഇല്ല, വിളിക്കാൻ തോന്നിയില്ല. അതെന്താ തോന്നാത്തത്? ഇത് നല്ല കൂത്ത്. നിങ്ങളെന്താ മാറി മാറി കളിക്കുകയാണോ? നിങ്ങൾ എന്താ വിളിക്കാത്തത്? ഞങ്ങളിത് പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യും. മാഡം, മുനിസിപ്പാലിറ്റി ഇത് എന്തു കുന്തമാണെങ്കിലും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അയ്യോ വേണ്ട, ഞങ്ങൾ വിളിച്ചോണ്ട് വരാം. അയ്യോ, ഇപ്പൊ പോരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നടക്കുക. ശല്യപ്പെടുത്തരുത് അവരെ. എന്ത് കാര്യം? കൈവിട്ടെ, കൈവിടാൻ. ഇതെന്തൊരു കഷ്ടം. അവിടെ എന്താണെന്ന് എനിക്കും അറിയണമല്ലോ. ഞാൻ പറയാം, നീ തെറ്റിദ്ധരിക്കരുത്. എന്താ? അയ്യേ, എന്താ കുഞ്ഞേച്ചി? ഏയ്, നടക്കില്ല. അവരെ വിളിക്കണ്ട കേട്ടോ. എന്താ പറയുന്നത്? ഏട്ടനും വലിയച്ഛൻ വലിയ തിരക്കില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ എങ്ങനെയാ? ഞങ്ങൾക്ക് വിവരങ്ങൾ അറിഞ്ഞേ പറ്റൂ. അത് ഞാൻ പറയാം. ഏട്ടന്റെ പേര് പ്രസാദ്, വലിയച്ചയുടെ പേര് അഞ്ജലി. അവരുടെ പേര് രാധാ, ദർശന, സൗഭാഗ്യല്ലേ? ഈ പെമ്പിള്ളേര് അവരല്ല. വെറുതെ ഇവിടെ നിന്ന് സമയം കളയണം. വേണ്ട, പോയേക്കാം. വേറെ എന്തൊക്കെയാ അറിയണ്ടേ? വേറൊന്നുമില്ല, തൽക്കാലം ഞങ്ങൾ ഇറങ്ങുക. ചായ വേണോ? വേണ്ട, ചായ വേണ്ട, പോവുക. എന്നാലും നിങ്ങൾ എന്താടാ പിള്ളേരെ പ്രസാദനെ വിളിക്കാത്തത്? അത് പിന്നെ എല്ലാരും വാ, ഒരു കാഴ്ച കാണിച്ചു തരാം. വാ.
അതെന്താ എല്ലാരും കൂടി ഒന്ന് ഇടിച്ചു തിങ്ങി നിൽക്കുന്നേ? എന്താ ആര്യ? ആരതി കാര്യം പറ. ഏട്ടത്തി എന്താ പതിവില്ലാത്ത എന്തൊരു മുഖം കഴിയലൊക്കെ? പതിവില്ലാതെയോ? മുഖം കഴുകുന്നതിന് എന്താ കുഴപ്പം? എന്തോ കുഴപ്പമുണ്ടായിട്ടാണല്ലോ ഈ മുഖം കഴുകല്, അല്ലേ വലിയേട്ടാ? എന്താണ് എല്ലാത്തിനോടും ഒരുമിച്ച് ഉച്ചക്കിറക്കളയ്യ? പുഷ്പൻ ചേട്ടാ, നിങ്ങൾ ഈ പ്രായത്തിൽ കൂത്തു കളിക്കാൻ നടക്കുന്നയാ എനിക്ക് മനസ്സിലാവാത്തെ. യവന്മാർ രണ്ടും കൂടി എന്തോ കാഴ്ച കാണിച്ചു തരാന്ന് പറഞ്ഞു വിളിച്ചപ്പോ ഞാൻ വന്നേ ഉള്ളൂ. എന്ത് കാഴ്ചയാണ് ഇവിടെ ഉള്ളത്? തേങ്ങ പൊതിച്ചാണോ? ആ അങ്ങനെയൊക്കെ ചോദിച്ചാ ഓ ഏട്ടൻ അറിയാത്തതുപോലെ. കാര്യമൊക്കെ ശരി, നിങ്ങൾ കല്യാണം കഴിച്ചവരാ. എന്നാലും ചില കാര്യങ്ങളിൽ ഇത്തിരി പ്രൈവസി ഒക്കെ ആവാന്നാ എന്റെ ഒരു അഭിപ്രായം. എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാനും അഞ്ജലി കൂടി ഈ തേങ്ങ പൊതിച്ച് അടക്കിയതാണോ വലിയ പ്രൈവസി ആവശ്യമുള്ള കാര്യം? ഏട്ടൻ അങ്ങനെ തടിയൂരണ്ടെന്ന് നോക്കണ്ട. ഇത്രയും റൊമാൻസ് ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത്. ദേ മുരളി, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയടാ, ചുമ്മാ ആയിരുന്നു നാവിട്ടലിക്കാതെ. ആ ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായോ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരി, നമ്മൾ കണ്ട കാര്യം എന്താണെന്ന്. ഞാൻ പറയും. സത്യം പറയാൻ ആരെയും പേടിക്കേണ്ടെന്ന് വലിയേട്ടൻ തന്നെയല്ലേ പറയാറ്. ഞാൻ മുമ്പേ വന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ, ഈ ഏട്ടൻ ഏട്ടത്തിയെ ഉമ്മ വെക്കുമായിരുന്നു. ദേ ഹരിക്കുട്ട, വേണ്ടാത്തത് പറഞ്ഞാലേ നീ. ഞാൻ പറയില്ലായിരുന്നു. വലിയേട്ടൻ വെല്ലുവിളിച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ദേ വെറുതെ ഓരോന്ന് പറയല്ലേ. അഞ്ജലിയുടെ കണ്ണി കരട് പോയി. അപ്പൊ ഞാൻ ഊതി കളഞ്ഞതായിരിക്കും നിങ്ങൾ കണ്ടത്. ഫ്രഷേ ഇതുവരെ ആരും പറയാത്ത കാരണോ? മതിയുടെ മതിയാക്ക്. ഇത്ര കളിയാക്കാൻ മാത്രം എന്താ ഇവിടെ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ. ചിലപ്പോ പെട്ടെന്ന് പ്രേമ തോന്നിയ ഉമ്മ വയ്ക്കും. അതിനെന്താ ഇപ്പോ? ഞങ്ങളതിന് എതിരൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, ഏട്ടനും ഏട്ടത്തി അല്പം റൊമാൻസ് ഒക്കെ കാണിച്ച് നടക്കുന്നത് തന്നെയാ ഞങ്ങൾക്കും ഇഷ്ടം. പക്ഷെ എപ്പോഴും വേണോ അത്? കോള് വന്നോണ്ട് ഏട്ടൻ രക്ഷപ്പെട്ടു. ഉണ്ടായിരിക്കെ നാട്ടിൽ നിന്നുള്ള കോളാ, അച്ഛന്റെ നമ്പരിൽ നിന്ന്. സ്പീക്കറിലിട്ട എല്ലാവർക്കും കേൾക്കാലോ. ഹലോ അച്ഛാ. മോനെ അമ്മയാ. എന്താമേ? അമ്മ ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് വിളിച്ചതാ. പിള്ളേരൊക്കെ എന്തിയേ? എല്ലാവരും ഇവിടെ ഉണ്ടമ്മേ. പറഞ്ഞോ, അവർക്കും കേൾക്കാം ഇത്. എല്ലാരും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ. നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. മോനെ, നാളെ ഇവിടെ ഉത്സവത്തിന്റെ കൊടിയേറ്റാ. എല്ലാരും കൂടി ഇങ്ങ് വാ. അതെങ്ങനെയാമേ? ഇവിടെ 100 കൂട്ടം കാര്യങ്ങളില്ലേ. ഉത്സവമൊക്കെ ഇനി അടുത്ത വർഷം കൂടാം നമുക്ക്. അച്ഛൻ ഒരേ നിർബന്ധം, എല്ലാരും കൂടി കൂടണമെന്ന്. അച്ഛനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി മതി. അവർക്ക് തിരക്കാന്ന്. ഇങ്ങ് തന്നെ. ആ മോനെ, എന്ത് തിരക്കാണെങ്കിലും മാറ്റി വെച്ചിട്ട് ഇത്തവണത്തെ ഉത്സവത്തിന് വരണം. അച്ഛാ, മനഃപൂർവ്വം വരാതിരിക്കുന്നതല്ല, ഇവിടെ ജോലി ഒരുപാട്. അവിടെ എന്തെങ്കിലും ആവട്ടെ, എന്റെ ആഗ്രഹമായത്. മക്കളെല്ലാരും കൂടി വന്നിട്ട് വേണം ഇത്തവണ നടയിപ്പോ എനിക്ക് തൊഴാൻ. അച്ഛാ, തടസ്സം പറയരുത്. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോ. ഇനിയൊരു ഉത്സവകാലം വരെ ആയുസ് നീട്ടിക്കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അച്ഛാ, എന്തിനാവശ്യമില്ലാത്ത വർത്താനം അവരെ വെറുതെ വിഷമിപ്പിക്കാൻ. എന്റെ വിഷമം ഞാൻ ആരോട് പറയാനാ? മക്കളോടല്ലാതെ. മോനെ, ഞങ്ങൾ വരാമേ. ദേ അവര് വരാന്ന്. ആ മോനെ, നിങ്ങൾ വരുമ്പോ അവരെയും കൂടി കൊണ്ടുവരണേ. ആരെ? നമ്മുടെ അഞ്ജലി ആരതിയും.
ഇവിടെ പെൺകുട്ടികളൊന്ന് തൊഴുതാലേ മംഗല്യഭാഗ്യം ഉണ്ടാവുന്നാ പറയുന്നത്. അവർക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ലമ്മേ. വരണം, വന്നേ പറ്റൂ. അവരെ കൂട്ടാതെ ആരും ഇനി ഇങ്ങോട്ട് വന്നു പോരുത്. ഇത് അപേക്ഷയല്ല, ഇത് കാര്യമായിട്ട് പറയാ. എല്ലാവരും വരണം. അമ്മേ, അമ്മേ, നീ സംസാരിച്ചു കഴിഞ്ഞോ? ഇല്ല, പക്ഷെ ഇനി സംസാരിച്ചു നിന്നാലേ അവര് വരാതിരിക്കും. ഇതാവുമ്പോ എല്ലാരും കൂടി ഇങ്ങ് വന്നോളൂ. അപ്പൊ എന്റെ ശ്രീമതിക്ക് ബുദ്ധിയുണ്ട്. എന്താ ഇത്ര ആലോചിക്കാൻ? ഇത്തവണ എങ്ങനെയും പോകണമെന്ന് എന്റെ മനസാക്ഷി പറയുന്നു. തനിച്ച് പോയാ പോരല്ലോ, ഇവരെയൊക്കെ കൂട്ടണ്ടേ? അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, തീരെ വയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രമേ അച്ഛൻ അങ്ങനെ സംസാരിക്കൂ. ആ, ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം. ഉം. എന്താ തിരുമേനി, കുഴപ്പം എന്തെങ്കിലും? പ്രശ്നവശാൽ കാണിക്കുന്നതൊന്നും മംഗളകാര്യമല്ല. ആണോ? പക്ഷെ കഴിഞ്ഞ തവണ പ്രശ്നം വെച്ചപ്പോ ഒരു മംഗളകാര്യം നടക്കുമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അത് മറന്നതാണോ അതോ മറന്നതായിട്ട് നടിക്കുന്നതാണോ? അത് ശരിയാ. കഴിഞ്ഞ മാസം ഇദ്ദേഹം പറഞ്ഞ് 3 മാസത്തിനകം സാറിന് വിവാഹം നടക്കുന്നില്ലേ? അത് കേട്ട് വാങ്ങിച്ച് പൂജിച്ച താലി പോലും സാർ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പറഞ്ഞതിനുള്ള സമാധാനം പറയേണ്ട കടമ നിങ്ങൾക്കുണ്ട്. ക്ഷമിക്കണം തിരുമേനി, പ്രതീക്ഷിക്കാത്ത ഓരോ തിരിച്ചടികൾ വന്നതുകൊണ്ട് ഇവരുടെ വിശ്വാസം കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. അതാ ഇങ്ങനെയൊക്കെ പറയുകയും ചോദിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ പ്രതീക്ഷയ്ക്കും ഇച്ഛയ്ക്കും അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രം മുറുകെ പിടിക്കേണ്ട ഒന്നല്ല വിശ്വാസം. ഏതു പ്രതിബന്ധത്തിലും ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുന്നവന് മാത്രമേ നല്ലത് സംഭവിക്കൂ. അതൊക്കെ വളരെ നല്ല കാര്യം. പക്ഷേ അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. അങ്ങ് എന്റെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ നല്ല കാര്യം ഓൾറെഡി മുടങ്ങിക്കിടക്കുക. എന്താണ് അതിന്റെ കാര്യം? അത് മാത്രം പറഞ്ഞു തന്നാ മതി. ഓരോ മനുഷ്യജന്മങ്ങൾക്കും ഓരോ നിയോഗമുണ്ടെന്നാണ് പറയുന്നത്. അത് പൂർത്തിയായി കടന്നു പോകുമ്പോൾ കർമ്മകാണ്ഡത്തിൽ ഒരു തമോ ബിന്ദു പോലും അവശേഷിച്ചുകൂടാ. എന്നാലേ മോക്ഷം ലഭിക്കുകയുള്ളൂ. എന്നുവെച്ചാൽ മനസ്സിലായില്ല. പറയാം. മരിച്ചിട്ടും ഭൂമി വിട്ടുപോകാൻ തയ്യാറാകാത്ത ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഞാനിവിടെ കാണുന്നു. അതാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞല്ലോ, പ്രശ്നവശാൽ ജാതകക്കാരനിപ്പോൾ ദുർദശയാണ്. കർമ്മഫലങ്ങൾ ഓരോന്നായി തിരിച്ചടി നൽകി തുടങ്ങിയിരിക്കുന്നു.
അത് പിന്നെ കാണാതിരിക്കൂ. എന്തുമാത്രമാ ചെയ്തു കൂട്ടിയിരിക്കണത്. അത് അത് പിന്നെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് കൂടുതലൊന്നും നിങ്ങളാരും വിശദീകരിക്കണ്ട. ഞാനൊരു പെൺകുട്ടിയെ മോഹിക്കുന്നുണ്ട്. ആ വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയേണ്ടത്. നടന്നുകൂടായികയില്ല. പക്ഷെ പറഞ്ഞല്ലോ, മേഘനാഥൻ ഇപ്പോൾ കഷ്ടകാല സമയമാണ്. ദാമ്പത്യ സുഖം കാണുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം ഇല്ലാതാക്കുന്ന മറ്റൊരു മഹാദോഷമാണ് മുന്നിൽ നിൽക്കുന്നത്. എന്ത് ദോഷ തിരുമേനി? അത് മനസ്സിലായില്ല. ആയുർഭംഗം. ഇതുപ്രകാരം കർമ്മഫലം കൊണ്ടോ ശനിയുടെ അപകാരം കൊണ്ടോ ആയുസ് തീർന്നുപോയി മരണത്തിലോ മരണതുല്യമായ അവസ്ഥയിലോ എത്തിച്ചേരാമെന്നാണ് കാണുന്നത്. അയ്യോ, അപ്പൊ ഇതിന് പരിഹാരമില്ല തിരുമേനി? എന്റെ ആയുസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശത്രുവിന്റെ വാളിനെ ഭയപ്പെടുന്നവനല്ല ഈ മേഘനാഥൻ. എന്റെ ആവശ്യം ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് വഴിയാ ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം പറഞ്ഞാൽ മതി. ഒരു വഴിയുണ്ട്. അഖണ്ഡ നരനാരി പൂജ. അഖണ്ഡ നരനാരി പൂജയോ? അതെന്താണ് തിരുമേനി? വിശദീകരിക്കാൻ പറ്റുമോ? സൃഷ്ടി ബ്രഹ്മാവിനും സ്ഥിതി വിഷ്ണുവിനും സംഹാരം പരമശിവനുമാണ് നിയതി കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. മഹാദേവൻ പക്ഷേ സംഹാരത്തിന്റെ മാത്രം നാഥനല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവിരാമമായ പ്രണയത്തിന്റെ നായകൻ കൂടിയാണ് അദ്ദേഹം. നരനും നാരിയുമായ അർദ്ധനാരീശ്വരനായ പരമശിവനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള 2 തടസ്സങ്ങളും മാറിക്കിട്ടൂ. ഒപ്പം ആയുർബലം വർദ്ധിക്കുകയും പ്രണയസാഫല്യം നടക്കുകയും ചെയ്യും. ഈ പൂജയും വഴിപാടും ഒന്നും നടത്താത്ത മനുഷ്യർക്കൊന്നും പ്രണയസാഫല്യം സാധ്യമല്ലേ തിരുമേനി? അവരുടെയൊക്കെ ആയുസ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. ഇല്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം? എല്ലാവരും ഒരേ രാശിയിലും ഗ്രഹനിലയിലും ജാതകത്തിലും അല്ലല്ലോ ജനിക്കുന്നതും ജീവിക്കുന്നതും. ഇവൻ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട തിരുമേനി. അഖണ്ഡ നരനാരി പൂജ എങ്ങനെ നടത്തണമെന്ന് മാത്രം അങ്ങ് പറഞ്ഞാ മതി. പൂജാവിധികളും അനുക്രമ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. ചാർട്ട് എഴുതി തരുന്നതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം അടുപ്പിച്ചാൽ മതി. പക്ഷേ പ്രധാന കാര്യം ഇതല്ല. പൂജയ്ക്ക് അനുയോജ്യരായ ഒരു ദമ്പതികളെ വേണമെന്നുള്ളതാണ്. ദമ്പതികൾ? പൂജാ ചടങ്ങിൽ ഐക്യവും ഐശ്വര്യവും തികഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും പങ്കെടുക്കണം. ദക്ഷിണ സ്വീകരിച്ച് യജമാനനും യജമാന പത്നിയുമായിരുന്ന് അനുഗ്രഹം നൽകണം. എങ്കിലേ പൂജ ഫലപ്രാപ്തി ഉണ്ടാക്കൂ. അയ്യോ, ഇവിടെ പക്ഷേ ഞങ്ങൾക്ക് ആൾക്കാരെ പരിചയക്കുറവുണ്ട് തിരുമേനി. യോജിക്കുന്ന ദമ്പതികളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് ഉറപ്പാ. ക്ഷമിക്കണം ഭവാനിമേ. പൂജാവിധികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ ഫലപ്രാപ്തിയിലും അത് ദൃശ്യമാകും. മറിച്ച് സമസ്ത പൊരുത്തവും തികഞ്ഞ ദമ്പതിമാർ വന്ന് അനുഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങളുടെ മകന്റെ എല്ലാ ദോഷവും നീങ്ങൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അത്ര തന്നെ. കേട്ടു, മനസ്സിലായി. മേഘനാഥ, എന്താ ഇതില് നിന്റെ അഭിപ്രായം?
എന്റെ അമ്മേ, ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല. മറ്റെന്തെങ്കിലും മാർഗം നോക്കാം നമുക്ക്. മറ്റെന്തു മാർഗമുണ്ട് മേഘനാഥ ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളുടെ പക്കൽ? അതെന്ത് വേണോന്ന് ആലോചിച്ച് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും നേടിത്തരാവുന്ന ഈശ്വരാനുഗ്രഹം എന്തുമാത്രമാണെന്ന് പറയാതെ തന്നെ മനസ്സിലാക്കുന്നതാണ് ഉത്തമം. എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദക്ഷിണ നൽകി ഇദ്ദേഹത്തെ മടക്കി അയക്കാം.